എടി അവൾ എവിടെയാ ഉള്ളത്? അത് ഗാന്ന് എന്റെ മുന്നിലിരുന്ന് പാട്ടുപാടാതെ അവസാനത്തെ ശ്വാസമാണെങ്കിലും എടുത്തിട്ട് എന്നോട് സത്യം പറ. ഗൗതമിന്റെ വീട്ടിൽ പോയിരിക്കുക. ശിവാനി അതിന് നിങ്ങളുടെ സ്വന്തം മകളൊന്നുമല്ല. എന്റെ അമ്മയുടെ ഫോട്ടോയിൽ മാലയും ഇടില്ല, മരിക്കേണ്ടി വന്നാലും വിളക്കം കത്തിക്കില്ല. ലക്ഷ്മിക്ക് ഈ ലെറ്റർ കൊടുത്തിട്ട് എൻ്റെ പ്രണയം പറയാമെന്ന് വിചാരിച്ചപ്പോൾ ബുള്ളറ്റ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ചേട്ടൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ എന്താ ചെയ്യുക? ശിവാനി, ഇതാ. നിങ്ങളുടെ ഏട്ടനാണോ ഉണ്ടാക്കിയത്? എല്ലാ കാര്യത്തിനും എന്റെ ഏട്ടനെ എന്തിനാ ഇങ്ങനെ വലിച്ചഴിക്കുന്നത് ശിവാനി? എന്താ 10ാം ക്ലാസ്സുകാരൻ പാചകക്കാരനായിക്കൊടുന്നുണ്ടോ? പുഷ്പ അവിടെ നിന്നേ. ഗുഡ് മോർണിംഗ് സാർ. പാർട്ടിയില്ലേ പുഷ്പ? സിനിമ ഡയലോഗ് എല്ലാം പറയുന്നല്ലോ, എന്താണ് സാർ? കഴുത്തിൽ തലയുണ്ടാവില്ല. ചെകിട് തടവിട്ട് നീ പറയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ പറയുമ്പോൾ നിനക്ക് ഫീൽ ആവുന്നോ? ആ ശരി, അത് പോട്ടെ. ഇതാ ലോലിപോപ്പ് വാങ്ങിച്ചു കഴിച്ചോ. ഹായ്, താങ്ക് യു സാർ. സാറാണ് പാർട്ടി തരുന്നത്. ഒന്ന് നിക്കടാ. ഫ്രീ ആയിട്ട് വാങ്ങിച്ചോണ്ട് പോകാൻ പാടില്ല, ജോലി ചെയ്യണം. എന്താ വേണ്ടെന്ന് പറയൂ സാർ. ലക്ഷ്മി ടീച്ചറിനെ ഈ ലവ് ലെറ്റർ കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് ഹേർട്ടായി. ഇനി ലവ് ലെറ്റർ എഴുതാൻ പറ്റില്ല. ഇത് ഞാൻ എഴുതിയതാടാ, കൊണ്ടുപോയി കൊടുക്കാം. അവരുടെ ചേട്ടനെ കാണുമ്പോഴേ എന്റെ കാല് വിറയ്ക്കും. സാർ ഇതൊന്നും പണവും വേണ്ട, ഒന്നും വേണ്ട, എന്നെ വിട്ടേക്ക്. ഒന്ന് നിക്കടാ പ്ലീസ് ഡാ. ഇതുകൊണ്ടുപോയി കൊടുക്ക്. ഞാൻ കൊണ്ട് കൊടുക്കില്ല സാർ. പോകുന്നോ ഇല്ലയോ? സാറ് തന്നെ കൊണ്ടുപോയി കൊടുത്തോ. മാത്സ് എക്സാമിൽ നിന്ന് ഞാൻ തോപ്പിക്കും. പറയുന്നത് കേക്കില്ലല്ലേ? പൊയ്ക്കോ. ഫെയിലായിട്ടേ വീണ്ടും അതേ ക്ലാസ്സിൽ 1 കൊല്ലം കൂടെ ഇരുന്ന് പഠിക്കാൻ നിനക്ക്. സാറുമാരെ പേടിക്കേണ്ട സമയവും വന്നു. ഇങ്ങത്താ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. ഞാൻ വീട്ടിലില്ലാന്ന് എന്റെ വലിയച്ഛൻ അറിയുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം. ഞാൻ എന്തെങ്കിലും മറന്നുപോയോ? ആ, എന്റെ ഫോൺ എവിടെ വെച്ചോ? നീയോ? നീ എന്തിനാ വന്നേ? ഇത് ഞാൻ എഴുതിയതല്ല ടീച്ചർ. എന്താ ഇത്? ശശികുമാർ സാർ തന്നു വിട്ടതാ. എന്താ ഇത്? സ്കൂളിൽ എന്നോട് ജോലി ചെയ്യുന്ന ശശികുമാർ സാറ് എനിക്ക് ലവ് ലെറ്റർ തന്നിരിക്കുക ശിവാനി. നീയും എഴുതി കൊടുക്ക്. സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിന്റെ ഇഷ്ടം. ഇല്ല, ഈ കാര്യത്തിലൊന്നും
ഞാൻ മറുപടി എഴുതില്ല. ഇതൊന്നും പോയി നിന്റെ ഏട്ടനോട് പറഞ്ഞേക്കില്ലേ? ഇനിതാ. ഏയ്, ആരാണോ തന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. പോ പോ പോ. ഡാ, നീ എന്തിനാ ഇവിടെ വന്നേ? എന്റെ അമ്മോ, ഡാ, ഡാ, നിക്കവിടെ. നിക്കവിടെ. ചേട്ടാ ചേട്ടാ എന്നെ വിട്ടേക്ക് ചേട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ. ചേട്ടാ എന്നെ വിട് ചേട്ടാ. എന്താ കയ്യില്? ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല 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 ചേട്ടാ. മര്യാദക്ക് നീ സത്യം പറഞ്ഞോ? ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല ഒന്നുമില്ല. അതങ്ങ് താ. മര്യാദക്ക് അതങ്ങ് തന്നോ. എന്താടാ അത്? പേപ്പറാ ചേട്ടാ. പേപ്പറാ? എന്ത് പേപ്പറാണ് അത്? ചേട്ടാ അത് എന്ത് പേപ്പറാന്ന് നിന്നോടാ ചോദിച്ചേ? ചേട്ടാ എന്നെ വിട് ചേട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞാൻ പൊയ്ക്കോട്ടെ ചേട്ടാ. പ്ലീസ് ചേട്ടാ വിട്. പരീക്ഷ പേപ്പറാ ചേട്ടാ. അല്ല, അവന്റെ പേപ്പർ എന്തിനാ നിനക്ക്? എനിക്ക് ചിലപ്പോ ഭാവിയിൽ ഇത് ഉപയോഗപ്പെട്ടാലോ എന്നോർത്ത് വാങ്ങിച്ചതാ. ഡാ, സത്യം പറഞ്ഞോ നീ? അത് പറടാ. ലെറ്റർ ചേട്ടാ. എന്ത് ലെറ്റർ? ല ല ല ല ല. ലവ് ലെറ്റർ എന്ന് പറയാൻ പോവാണോ? ലീവ് ലെറ്റർ എന്ന് പറയടാ. ലീവ് ലെറ്റർ. നീ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു? പരീക്ഷയുള്ളപ്പോ ലീവ് എടുക്കുന്നതും ഒരു പരീക്ഷണല്ലേ? എടാ മോനെ, നീ പൊക്കോടാ. താങ്ക്സ് ചേച്ചി. ഡാ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെന്തിനാ പ്രേമിക്കാൻ നടക്കുന്നേ? ലക്ഷ്മിയോട് പ്രണയിക്കുന്ന കാര്യം പറയാൻ എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ ഏട്ടൻ ഉള്ളിടത്തോളം നടക്കില്ല. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മി തന്നെ ആയിരിക്കും. അതെയോ? ഈ മാറ്റർ അറിഞ്ഞാലുണ്ടല്ലോ മടല് വെട്ടി അടിക്കും നിങ്ങളെ. അതറിയാമോ? ഞാൻ സിൻസിയറായിട്ട് അവളെ പ്രേമിക്കുന്നത്. വീട്ടുകാരെയും കൂട്ടി വന്ന് ചോദിക്കേ, അതെങ്കിലും അറിയാമോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ അച്ഛനമ്മ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യം അവതരിപ്പിക്കാം. ഞാനൊരു വഴി പറഞ്ഞിട്ടെ. എന്ത് വഴിയാ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ പ്രൊപ്പോസ് ചെയ്താലുണ്ടല്ലോ ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സിസ്റ്ററെ. സംസാരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കല്യാണം നിശ്ചയിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. എന്താ ഏട്ടാ, ചേട്ടനോട് എന്താ ഇങ്ങനെ അന്യരെ പോലെ നിങ്ങളെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നേ? നിശ്ചയം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബന്ധുക്കളെന്നെ വിളിക്കാമല്ലോ. വാ മോളെ, വാ വാ. ഗീതേ, ആ പാത്രം വാങ്ങിക്കേ. ഇനി തന്നേക്കൂ, ഞാൻ കൊണ്ടുവച്ചോളാം. അമ്പലത്തിൽ പോയിട്ട് വന്നതാണോ മോളെ? വിശക്കുന്നവർക്ക് 2 വറ്റി ചോറ് കൊണ്ട് കൊടുത്താ അതിലും വലിയ പുണ്യമുണ്ടോ മോളെ? എന്താ മോളെ ആശ്ചര്യത്തോടെ നോക്കുന്നേ? വല്യച്ഛ, ഞങ്ങൾ വരുന്നവരെ നിങ്ങൾ മോളോട് പറഞ്ഞില്ലായിരുന്നു. അതാ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്. ശിവാനി, ഞങ്ങൾ സംസാരിച്ച് തീരുമാനത്തിലെത്തി.
നാളത്തെ നല്ല ദിവസമായതുകൊണ്ട് ഏട്ടൻ നിങ്ങൾ തമ്മിലുള്ള നിശ്ചയം ഉറപ്പിച്ചു. മോളെ എത്രയും വേഗം ഞങ്ങളുടെ വീട്ടിലെ മരുമോളാക്കണമെന്ന് എന്റെ മോന് ഒരേ പിടിവാശിയാ. എന്താ അമ്മ അങ്ങനെ പറയുന്നേ? അവളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ നീ ഇത്ര പിടിവാശി കാണിച്ചത്? അച്ഛനും തുടങ്ങിയോ? സത്യം ഇങ്ങനെ തുറന്നു പറയുമ്പോ സന്തോഷമായിരിക്കൂടാ മോനെ. അതല്ല അച്ഛാ, ആവശ്യമില്ലാതെ അവരോട് എന്തിനാ ഇതൊക്കെ പറയുന്നേ? കണ്ടില്ലേ മോളെ, നിന്നോട് അവൻ എന്ത് ഇഷ്ടമാണെന്ന്. ആ പിന്നെ പെണ്ണ് വീടായതുകൊണ്ട് ധാരാളം ജോലികളൊക്കെ കാണും. അപ്പോൾ നാളെ മുഹൂർത്തത്തിന് കാണാം. ഞങ്ങൾ പോയിട്ട് വരാം ചേട്ടാ. ശരി ചേച്ചി. ആ ശരി. വാ ഏട്ടാ. എന്നാ ശരി, ഞങ്ങൾ ഞങ്ങൾ പോയിട്ട് വരൂ. എന്താ ഇവിടെ നടക്കുന്നത്? ഏട്ടൻ്റെ തീരുമാനത്തെ നീ ധിക്കരിക്കാൻ പാടില്ല മോളെ. പെമ്പിള്ളേര് ഭർത്താവിന്റെ വീട്ടിലേക്കാ പോകേണ്ടത്. പാതിരാത്രിയിൽ നീ എവിടേക്കാ പോയതെന്ന് നിന്റെ വല്യമ്മയോട് ചോദിച്ചപ്പോ നേരം വെളുക്കുന്നത് വരെ ഉത്തരം പറയാതെ നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എവിടെ പോയിന്നാ വല്യച്ഛൻ പറയുന്നേ? നീ എന്നോട് ഉത്തരം പറഞ്ഞാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോ ശരിയാവില്ല. അച്ഛാ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അങ്ങനെ പറയില്ലേ മോളെ. എന്റെ അച്ഛനോട് മാത്രമല്ല എനിക്കിങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യത്തിനെങ്കിലും എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടൂടെ? പ്ലീസ് അച്ഛാ. ഏട്ടാ, മാറി നിൽക്ക് ഗീതാകുമാരി. അച്ഛാ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ ഈ തോക്ക് ആരുടെ നേരെയാ ചൂണ്ടിയതെന്ന് മനസ്സിലായി കാണുമല്ലേ? പഠിച്ചതും മതിയെന്ന് പറയുമ്പോ ശരിയെന്ന് തലയാട്ടി കാണിക്കേണ്ടതിന് ഇവളെ SI എക്സാമിന് പരീക്ഷ എഴുതി പാസ്സാകാനായിട്ട് ഞാൻ അറിയാതെ നീ ഇവളെ പഠിപ്പിക്കാൻ നോക്കുക. ഞാൻ തോക്ക് ചൂണ്ടിയത് ശിവാനിയെ കൊല്ലാൻ വേണ്ടിയല്ല, നിന്നെ. വല്യച്ഛ, ദേവി ഇത് വല്യമ്മ ഒന്നും ചെയ്യരുത്. ഞാൻ അങ്ങയോട് തൊഴുതു പറയാ, വിട്ടേക്ക് വല്യച്ഛ. നാളെ നിന്റെ നിശ്ചയം മുടങ്ങണമെങ്കിൽ ഇന്ന് നിന്റെ വല്യമ്മ ചാവണം. ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം നിറവേറ്റിയില്ലെങ്കിൽ നമുക്ക് തന്നെ ആ പാവം കിട്ടുന്നത്. ചാകാൻ പോകുന്ന നീ എന്തിനാ പാപത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നത് ഗീതേ? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നു. ഇത്രയും ഭയപ്പെടുന്നവള് പോലീസ് എങ്ങനെയാണ് ആവുന്നത് ഗോവിന്ദരാജേ? ശരി, വിട്ടേക്ക്, ഏർപ്പാടുകൾ നടക്കട്ടെ. പ്രണയാഞ്ജലി പ്രണവാഞ്ജലി ഹൃദയാകുലീതരമൊഴിഞ്ഞു മധുരമൊരു മന്ത്രസന്ധ്യയായി നീ. അമ്മായി,
കല്യാണ ബ്രോക്കർ അടുത്ത് പോയി കഴിഞ്ഞാലേ ലക്ഷ്മിക്ക് നല്ല ബന്ധങ്ങൾ വരുമായിരുന്നു. ബ്രോക്കർ കമ്മീഷൻ കിട്ടാൻ വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കും. ഏതെങ്കിലും ഒരു ആലോചന തലയെ കെട്ടിവെച്ച് അവരങ്ങ് കൈയഴുകും. നമ്മൾ പയ്യനെ പറ്റി നല്ലോണം അന്വേഷിച്ചാ പോരെ? പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ തലയിലെഴുത്ത് എന്താന്ന് മനസ്സിലാക്കണം. നീ വണ്ടി വിട്ടെ. വന്നേ. എന്താ രാധാമണി ഇത്ര ധൃതിയിൽ വന്നത്? ഒരു പ്രശ്നം പറയാനുണ്ട് സ്വാമി. ഇരിക്കെ. ഗൗതമിന്റെ സഹോദരിമാർക്ക് കല്യാണം നടക്കുന്നില്ല സ്വാമി. ആദ്യം ലക്ഷ്മിയുടെ കല്യാണം നടന്നാൽ മതി അമ്മായി. നീ മിണ്ടാതിരിക്കെ. സ്വാമിക്ക് എല്ലാം അറിയാം. ആറ്റുകാൽ ദേവി, ചോറ്റാനിക്കര ദേവി, കരിക്കകത്ത് ദേവി, കൊഞ്ചിറവിള ദേവി, ചക്കുളത്ത് ദേവി, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗൗതമിന്റെ സഹോദരിമാരുടെ വിവാഹം നടക്കാൻ ദേവിയുടെ അരുളപ്പാട് എന്താണെന്ന് മൊഴിഞ്ഞാലും ദേവി എന്താ പറയുന്നത് സ്വാമി? അമ്മായി ആരാന്നാ പറഞ്ഞേ? ദേവി വന്നിരിക്കുന്നു ഗൗതം. സ്വാമി, ലക്ഷ്മിക്ക് കല്യാണം എപ്പോ നടക്കും? നടക്കില്ല. എന്താ നിങ്ങൾ എന്താ പറഞ്ഞേ? ലക്ഷ്മിക്ക് കല്യാണം നടക്കില്ലേ? അമ്മായി, ഇതുകൊണ്ടാ ഞാൻ ഇവിടെ വരില്ല എന്ന് പറഞ്ഞത്. ഒരു പെണ്ണിന് കല്യാണം നടക്കാതിരിക്കോ? അങ്ങനെ നടത്താതിരിക്കോ നമ്മൾ? അമ്മായി എണീറ്റ് വരാൻ നോക്ക്. ഗൗതം, വിവാഹം നടക്കും ഗൗതം. നിന്റെ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ നിന്റെ സഹോദരിമാരുടെ വിവാഹം നടക്കുകയുള്ളൂ. കേട്ടില്ലേ ഗൗതം? അന്ന് നമ്മളോട് ജോത്സ്യൻ എന്ത് പറഞ്ഞോ അത് തന്നെയാ ഇപ്പോഴും സ്വാമി നമ്മളോട് പറയുന്നത്. കണ്ടില്ലേ നീ? ഇനി സംഭവിക്കുന്നത് അത് തന്നെയാണ് രാധാമണി. അതെങ്ങനെ നടക്കുന്ന? അതൊക്കെ നടക്കും. ദേവി പറയുന്നത് മാത്രമേ സംഭവിക്കൂ. ദേ നോക്കൂ സ്വാമി, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ പറയുന്നത് ഒന്ന് മാത്രമോ, എൻ്റെ 4 അനുജത്തിമാരെയും ഓരോ വീടുകളിലേക്ക് അയക്കുന്നത് വരെ എൻ്റെ കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുക പോലുമില്ല. ദുർഗ ഇപ്പോഴും ചെറിയ കുട്ടിയാ. അവളെ കല്യാണം കഴിപ്പിച്ചിട്ട് നീ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് പെണ്ണല്ല, കിളവിയായിരിക്കും. ചുമ്മാ അമ്മായി, ആദ്യം 3 പേരുടെ കല്യാണമെങ്കിലും നടക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. അമ്മായി വാ. അവിടെ നിൽക്കൂ ഗൗതം. ഇനി സ്വാമിക്ക് എന്താ പറയാനുള്ളത്? ആരുടെ വിവാഹമാണോ നീ ആദ്യം നടത്തി തൃപ്തിയടയാൻ നോക്കുന്നത്, അവർ തന്നെയായിരിക്കും നിനക്കൊരു ശുഭകാര്യം നടത്തിത്തരിക. എന്ന് വെച്ചാ നിന്റെ സഹോദരിമാർ തന്നെ നിനക്ക് വിവാഹം നടത്തിത്തരും. അതിനുവേണ്ട ആദ്യ ചുവടും അവർ എടുത്തു കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ സംഭവിച്ചില്ല എങ്കിൽ ഞാൻ ഈ പ്രവചനം പറച്ചിൽ നിർത്തും. ആദ്യം നിന്റെ വിവാഹം തന്നെ നടക്കും. നിന്റെ സഹോദരിമാർ തന്നെ നിന്റെ വിവാഹം നടത്തും. ആദ്യം നിന്റെ വിവാഹം തന്നെ നടക്കും. നിന്റെ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ നിന്റെ സഹോദരിമാരുടെ വിവാഹം നടക്കുകയുള്ളൂ. എടാ ഗൗതം, നിന്റെ ശ്രദ്ധ റോഡിലേക്കാക്ക്. എന്നെ എവിടെ തള്ളിയിടുന്ന പോലെയാണല്ലോ നീ പോകുന്നത്. അങ്ങനൊന്നുമില്ല അമ്മായി. എന്തോ ആലോചിച്ചിട്ടല്ലേ നീ വണ്ടി ഓടിക്കുന്നേ? എൻ്റെ അനുജത്തിമാരുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം നടക്കുമെന്നുള്ളത് സത്യമല്ലെങ്കിലും ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു വല്ലാത്ത വിഷമോ. ഗൗതം, ഒന്ന് നിർത്തുമോനെ. ഗൗതം, എടാ ഗൗതം, 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 മുറിച്ചേട്ടാ, സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നിന്റെ സഹോദരിയുടെ കല്യാണം നടത്താൻ ഞാൻ വരുമ്പോ എന്റെ 16 നീ നടത്തുമെന്നാണല്ലോ തോന്നുന്നേ. ഞാൻ എന്തോ ആലോചിച്ചിങ്ങനെ. നീ എന്ത് വേണേ കാണാതെ പോ, പക്ഷെ നിന്റെ ലക്ഷ്മിയെ പെണ്ണ് കാണാനായിട്ട് ഒരു നല്ല ചെക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മായി കേട്ടല്ലോ,
നിനക്ക് ആദ്യം കല്യാണം കഴിക്കുന്നതെന്ന് വിചാരിച്ച് ആവശ്യമില്ലാതെ പേടിച്ചു. അതെങ്ങനെ നടക്കുമെന്ന? ലക്ഷ്മിക്ക് കല്യാണാലോചന കൊണ്ടുവന്നില്ലെങ്കിലേ ഇവൻ എന്നെ പിടിച്ച് കെട്ടിക്കുമെന്നും പറഞ്ഞാ നടക്കുന്നേ. ഈ ജന്മെടുത്ത് ചേട്ടനോട് നന്ദി പറഞ്ഞാൽ അത് മതി വരില്ല. അപ്പൊ കമ്മീഷൻ തരില്ലെന്നാണോ പറയുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരാലോചന മുടങ്ങിപ്പോയിട്ട് 2 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വേറൊരു ആലോചന കൊണ്ടുവന്നതിനാ ഞാൻ ചേട്ടനോട് നന്ദി പറഞ്ഞത്. പ്രായമായ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ എന്റെ തൊഴില്. കാര്യങ്ങൾ എങ്ങനെയാണേലും ലക്ഷ്മി നല്ല ഭാഗ്യമുള്ള പെൺകുട്ടിയാ. ഒന്നിനു പിറകെ ഒന്നായി നല്ല ബന്ധങ്ങളാ വരുന്നേ. ചെറുക്കൻ എന്ത് ജോലിയാ ചെയ്യുന്ന ബ്രോക്കറെ? അധ്യാപകനാണ് നീ. ആ, ലക്ഷ്മി ജോലി ചെയ്യുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ആ പയ്യനും ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ പയ്യന് നിന്റെ അനിയത്തെ കണ്ടിരിക്കുമല്ലോ. ഐശ്വര്യമുള്ള പെൺകുട്ടികളെ കണ്ടാല് എന്നെ പോലെയുള്ള ബ്രോക്കർമാരെ തിരക്കി വന്നല്ലേ പറ്റൂ. അവരെപ്പോ വരും? നാളെയോ മറ്റന്നാളോ ആണെങ്കിലേ ഞാൻ എന്തിനാ നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങനെ ഓടി വരുന്നേ? ഇന്ന് തന്നെ. ഇപ്പോ ഉടനെന്നൊക്കെ പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? നീ എങ്ങനെയൊക്കെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുമെന്നൊന്നും എനിക്കറിയണ്ട. സമയം നല്ലതാകുമ്പോ നടത്തിയേക്കണം. ബ്രോക്കറെ, നിങ്ങൾ പോയി പയ്യന്റെ വീട്ടുകാരെ വിളിച്ചോണ്ട് വാ. ഞാൻ അവരെയും കൂട്ടി വരാം. പെട്ടെന്ന് വണ്ടി എടുക്ക. പെട്ടെന്ന് വണ്ടി എടു. ചേച്ചി, ചേച്ചിക്ക് നല്ല ഭാഗ്യമുണ്ട്. എന്താ എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നിനു പുറകെ ഒന്നായിട്ട് ആലോചനകൾ വന്നോണ്ടിരിക്കുകയല്ലേ. ഈ ആലോചനയെങ്കിലും നമുക്ക് ഉറപ്പിക്കണം. വരൂ. വരൂ സാർ, ഇരിക്കൂ. ഇരിക്കെ. ഇനി ഒരുങ്ങിയില്ലേ? അവര് ദേ വന്നു കഴിഞ്ഞു. ചേച്ചി റെഡിയായി ആന്റി. ചേച്ചി, ചെക്കനെ കാണുമ്പോ ചേച്ചി അത്ഭുതപ്പെടും. ഇപ്പൊ നാണിക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, കുറച്ചു കഴിഞ്ഞാ പേടിക്കും. എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ആ സമയം വരുമ്പോ നിങ്ങൾക്കും അത് മനസ്സിലാവും. തമാശക്ക് പറഞ്ഞല്ലേ. ഏട്ടൻ എന്നോട് ആരെ വിവാഹം കഴിക്കാൻ പറയുന്നോ എന്റെ ജീവിതം മുഴുവൻ അയാളോടൊപ്പം തന്നെയായിരിക്കും.